Hi students, welcome to this class. In this class, we study about design considerations for a good lighting scheme. So yesterday class, we have studied about inverse square law and Lambert's cosine law, and we have studied two problems. Okay, and we found how to calculate the luminance and etc. Now in this class, we study about what are the design considerations to be known for a good lighting scheme. So first one, the intensity of illumination, that is luminous intensity. The intensity of illumination required for different types of work differ from place to place. That is, from place to place it will differ. For one place, the intensity of illumination required for that particular work will be higher, and in some other place it will be lower. So in the we just go to the data handbook, and where we see page number 4, 5, 6, 7, 8 in the data handbook. So fine. So see here, this is your data handbook, and just show you the front facing of data handbook to confirm that one. So see the system design data handbook by MK Giridharan. So there we see that in the page number 3 to 8 we are having the lightning design, and from page number 8 to 16, 8 to 11 we are having the typical LAMP data. Okay, so we just see that in detail. So first we see the from page number 4, from page, see here. So this will show you are the lighting design procedure. So what are the different types of lighting design procedures? This is being having in a data handbook, shorthand method and longhand method, etc. And there we can have the number of luminaries required is equal to area into illumination by coefficient of utilization into light loss factor into lumen output of luminary. So lumen output of luminary. So we need to find out the illumination for AC rooms and all. We can have the maintenance factor and light loss factor will be varying. So both are same, but in the question it may be referred as maintenance factor. So maintenance factor light loss factor രണ്ട് തരത്തിലുണ്ടാവും. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ ബൾബിനെ നിങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഡസ്റ്റി എൻവയോൺമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ബൾബിൻ്റെ മുകളിൽ കുറേ ഡസ്റ്റ് വന്ന് കൂടും അല്ലേ. സോ അങ്ങനെ ഡസ്റ്റ് വന്ന് കൂടുമ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ലൂമിനറീസ്, അതിൻ്റെ ലൂമൻ ഔട്ട്പുട്ട്സ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഡസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ലാമ്പിൻ്റെ മുകളിൽ ഡിക്രീസ് ചെയ്യും അല്ലേ. അതായത് ലൈറ്റ്, അതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും. ഈവൻ നിങ്ങൾ വീട്ടിലാണെങ്കിലും അതിൻ്റെ മുകളിൽ ഡസ്റ്റൊക്കെ നിങ്ങൾ നീക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ എന്താ പറയുക, വെളിച്ചം കിട്ടും നിങ്ങൾക്ക്. അതേപോലെ മെയിൻ്റനൻസ് ഫാക്ടർ വിൽ ബി ഹയർ. So you can see the maintenance factor is 0.6 for dusty area and it is 0.8 for AC rooms. So AC room എന്ന് വെച്ചാൽ വളരെ കുറച്ച് മെയിൻ്റനൻസ് മാത്രമേ വേണ്ടൂ, അതുകൊണ്ടാണ് അത് 0.8. സോ ഐഡിയൽ മെയിൻ്റനൻസ് ഫാക്ടർ വിൽ ബി 1. മെയിൻ്റനൻസ് ഫാക്ടർ ഐഡിയൽ എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവാത്ത ഒരു ലൂമിനറി ആണെങ്കിൽ അതിന് മെയിൻ്റനൻസ് ഫാക്ടർ 1 ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ. സോ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ വെച്ചാൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ലൈറ്റ്, നിങ്ങളുടെ അതായത് ലൂമൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ്സ് എത്രമാത്രം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതായത് എത്രമാത്രം ഇല്ലുമിനൻസ് അവിടെ കിട്ടുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളെ ലൈറ്റ് സോഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു 9 വാട്ട് ലാമ്പ് എടുക്കുക. 9 വാട്ട് ലാമ്പിന് 3 മീറ്റർ ഹൈറ്റിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയൊരു റൂമിൽ നിങ്ങൾക്കത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം.
അതേ 9 വാട്ട് ലാമ്പിനെ നിങ്ങൾ 10 മീറ്റർ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല അല്ലേ. അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരേ ലാമ്പിനെ നമ്മൾ മാക്സിമം വലിയൊരു ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കിട്ടുന്ന ലൂമൻ ഔട്ട്പുട്ടോ താഴെ കിട്ടുന്ന ഇല്ലുമിനൻസോ അത് കുറഞ്ഞു വരില്ലേ? സോ കുറഞ്ഞു വരും. അതേപോലെ ഒരു 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 ഹ്യൂമിഡിറ്റി കൂടിയ ഒരു അറ്റ്മോസ്ഫിയർ കരുതുക. ഒരു ഹ്യൂമിഡിറ്റി വെച്ചാൽ ഒരു മഞ്ഞ് ഒക്കെയുള്ള കൂടുതൽ അറ്റ്മോസ്ഫിയർ കരുതുക. അപ്പോൾ നിങ്ങൾ ഒരു ബൾബ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബൾബിൽ നിന്ന് കിട്ടുന്ന ലാമ്പ്, ആ ബൾബിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചാൽ ആ ലൂമൻസ് ഒക്കെ സ്കാറ്റേഡ് ആയിട്ട് അങ്ങ് പോകും അല്ലേ. വാട്ടർ പാർട്ടിക്കിൾസ് നിന്ന് സ്കാറ്റേഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലൂമൻ ലൈറ്റ് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറയാം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷനും മെയിൻ്റെനൻസ് ഫാക്ടർ ഇല്ലെങ്കിൽ ലൈറ്റ് ലോസ് ഫാക്ടർ. കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ വെച്ചാൽ നിങ്ങൾ എത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ലൂമിനറിൻ്റെ ലൈറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് ലോസ് ഫാക്ടർ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഓവർകം ചെയ്യുക? അതിന് മെയിൻ്റെനൻസ് ചെയ്താൽ മതി. ലൈറ്റ് ലോസ് ഫാക്ടർ നിങ്ങൾ ഓരോ പർട്ടിക്കുലർ റൂമിനും പ്ലേസിനും വേരി ചെയ്യും. അത് ഡസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിലുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ലൈറ്റ് ലോസ് ഫാക്ടർ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻ്റെനൻസ് ചെയ്യണം. സോ ഇങ്ങനെയാണ്. സോ നമ്പർ ഓഫ് ലൂമിനറീസ് n = ഏരിയ ഇൻറ്റു ഇല്ലുമിനേഷൻ. So area into illumination by coefficient of utilization into light loss factor into lumen output of luminary. So ഇനി നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ലൂമൻ ഔട്ട്പുട്ട് ഓഫ് ലൂമിനറി എങ്ങനെ കാണാം എന്നുള്ളതാണ്. സോ ഇനി ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പം അടുത്ത ഒരു ഇത് കാണിച്ചു തരാം. സോ ഏരിയ പെർ ലൂമിനറി, ഓരോ ലൂമിനറിക്കും ഏരിയ, റൂം ഏരിയ ബൈ നമ്പർ ഓഫ് ഫിക്സേച്ചർ. റൂം ഏരിയയും പിന്നെ എത്ര ആ റൂമിൽ എത്ര ലൈറ്റാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് അത് വെച്ച് നിങ്ങൾക്ക് ഏരിയ പെർ ലൂമിനറി, ഒരു ലൂമിനറിക്ക് എത്ര ഏരിയ വേണം. അതായത് ഒരു 5 മീറ്റർ സ്ക്വയർ ആണ്, ഒരു 5 ബൾബാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. 5x5 ദാറ്റ് ഈസ് 1 മീറ്റർ സ്ക്വയർ പെർ ലൂമിനറി. ഒരു 5 മീറ്റർ സ്ക്വയർ പ്ലോട്ടിൽ നിങ്ങൾ 5 ബൾബാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബൾബിന് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഫിക്സേച്ചർ സ്പേസിങ് വെച്ചാൽ ഒരു ലാമ്പിൽ നിന്ന് മറ്റൊരു ലാമ്പിലേക്ക് ഉള്ള ഡിസ്റ്റൻസ്, ഒരു ലാമ്പിൽ നിന്ന് മറ്റൊരു ലാമ്പ്, ഒരു പർട്ടിക്കുലർ LED ബൾബിൽ നിന്ന് മറ്റൊരു പർട്ടിക്കുലർ ബൾബിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് ഫിക്സേച്ചർ സ്പേസ് സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ പെർ ഫിക്സേച്ചർ. ഏരിയ പെർ ഫിക്സേച്ചർ നിങ്ങൾ കണ്ടല്ലോ, 5x5, അതായത് ഏരിയ ഓഫ് ദി റൂം ബൈ നമ്പർ ഓഫ് ബൾബ്. സോ അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 = സ്ക്വയർ റൂട്ട് ഓഫ് 5 = സ്ക്വയർ റൂട്ട് ഓഫ് 1 = 1. അപ്പോൾ 1 തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ പിന്നെ വേറെന്ന് വെച്ചാൽ സ്പേസിങ് ഷുഡ് നോട്ട് ബി മോർ ദാൻ മൗണ്ടിങ് ഹൈറ്റ്. മൗണ്ടിങ് ഹൈറ്റിനെക്കാട്ടും സ്പേസിങ് പാടില്ല. ഒരു ബൾബിൽ നിന്ന് മറ്റൊരു ബൾബ് the 1 times the mounting height, that is the spacing between spacing should not be more than mounting height for high bay fixature and 1.5 times the mounting height for low bay fixature. That is 1.5 times അത് ഒരു ബൾബിൽ നിന്ന് മറ്റൊരു ബൾബിലേക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹൈറ്റ്, ഒരു മൗണ്ടിങ് ഹൈറ്റ് 2 മീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. ആ മൗണ്ടിങ് ഹൈറ്റ് 2 മീറ്ററും പിന്നെ ഒരു ബൾബിൽ നിന്ന് മറ്റൊരു ബൾബിലേക്ക് മാക്സിമം 3 മീറ്റർ മാത്രമേ പാടുള്ളൂ ഡിസ്റ്റൻസ്. സോ അതാണ് ഇവിടെ 1.5 ടൈംസ് എന്ന് പറയുന്നത് മാക്സിമം. സോ ഇനി കാണുന്നത് റൂം ഇൻഡെക്സും. സോ ഇതൊക്കെ നിങ്ങൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ റെക്കമെൻഡഡ് ലെവൽസ് ഓഫ് ഇല്ലുമിനേഷൻ ഫോർ ഡൊമസ്റ്റിക് ബിൽഡിംഗ്.
സോ ഈ ഇല്ലുമിനേഷൻ, സോ എവിടെ ഇല്ലുമിനേഷൻ നിങ്ങൾ കണ്ടത്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സാധ്യത? ഇല്ലുമിനേഷൻ ഇൻ ടേംസ് ഓഫ് ലക്സ് ആണ് ഇവിടെ വരുന്നത്. ലൂമൻ ഔട്ട്പുട്ട് ഓഫ് ലൂമിനറി ഇൻ ടേംസ് ഓഫ് ലൂമൻസ്. സോ ഈ ഏരിയ ഇൻറ്റു ഇല്ലുമിനേഷൻ ഇല്ലേ, ആ ഇല്ലുമിനേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. സോ ഇല്ലുമിനേഷൻ നോക്കാം. എൻട്രൻസ് നിങ്ങൾക്ക് കിട്ടുന്ന 100 ലക്സ്, ലിവിങ് റൂമിൽ 300 ലക്സ്, ഡൈനിങ് റൂമിൽ 150 ലക്സ്, അങ്ങനെ ഓരോ ടേബിളിൽ നിങ്ങൾക്ക് ഓരോ ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഇനി ഇതേപോലെ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കമെൻഡഡ് ലെവൽസ് ഓഫ് ഇല്ലുമിനേഷൻ ഫോർ റിക്രിയേഷണൽ ആൻഡ് അസംബ്ലി ബിൽഡിംഗ്. സോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇല്ലുമിനേഷൻ ലെവൽസ്. പിന്നെ റെക്കമെൻഡഡ് ലെവൽസ് ഓഫ് ഇല്ലുമിനേഷൻ ഫോർ സ്കൂൾ ആൻഡ് കോളേജ് ബിൽഡിങ്സ്, അതും ഇതിൽ കാണാൻ പറ്റും. സോ ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിനനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവും, അതായത് ഇല്ലുമിനേഷൻ റിക്വയർഡ് വേരി ആവും. പിന്നെ റെക്കമെൻഡഡ് ലെവൽസ് ഓഫ് ഇല്ലുമിനേഷൻ ഫോർ ഓഫീസ് ബിൽഡിംഗ് എന്നുണ്ട്. സോ ഇതൊക്കെ NEC കോഡ് 1985 അനുസരിച്ചിട്ടാണ് ഇതിട്ടത്. ദെൻ റെക്കമെൻഡഡ് ലെവൽസ് ഓഫ് ഇല്ലുമിനേഷൻ ഫോർ ഹോസ്പിറ്റൽ ബിൽഡിങ്സ്. ദെൻ ടിപ്പിക്കൽ ലാമ്പ് ഡാറ്റ. സോ ഇതാണ് നിങ്ങളെ മെയിനായിട്ട് നോക്കേണ്ടത്, ടിപ്പിക്കൽ ലാമ്പ് ഡാറ്റ. ഓരോ ലാമ്പിനെയും, ഓരോ 60 വാട്ട് ലാമ്പിനെ, ഒരു ഇൻകാൻസൻ ലാമ്പ് 60 വാട്ട് ഇൻകാൻസൻ ലാമ്പിൻ്റെ ലൈഫ് അവേഴ്സ് അല്ല ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നോക്കേണ്ടത് ഇനീഷ്യൽ ലൂമൻസ് ആണ്, അതായത് ഏരിയ ഇൻറ്റു ഇല്ലുമിനേഷൻ ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഇൻറ്റു ലൈറ്റ് ലോസ് ഫാക്ടർ ഇൻറ്റു ലൂമൻസ്. ആ ലൂമൻസ് ഇല്ലേ, അതാണ് ഇവിടെ 870 ലൂമൻസ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. അതായത് ഒരു സാധാരണ ഒരു ഇവിടെ നോക്കുക, ഒരു കിച്ചണിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 200 ലക്സ് ആണ്. ഒരു 1 മീറ്റർ സ്ക്വയർ 1 ഇൻറ്റു 200 ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ 0.5 ഇൻറ്റു മെയിൻ്റനൻസ് ഫാക്ടർ 0.7 ഇൻറ്റു നിങ്ങൾക്ക് ഇവിടെ 870 നമുക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 60 വാട്ട് ബൾബ് ഈ 1 മീറ്റർ സ്ക്വയർ ഇതിൽ എത്ര എണ്ണം വേണ്ടി വരും. അതേപോലെ നിങ്ങൾ ഏരിയ കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലാംപ്സ് എത്ര വേണ്ടതെന്ന് മനസ്സിലാവും. സോ അതാണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ പറയുന്നത്. N = A ഇൻറ്റു E ബൈ CU ഇൻറ്റു LLF ഇൻറ്റു L. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ. L പറഞ്ഞാൽ ലൂമനാണ്, E പറഞ്ഞാൽ ഇല്ലുമിനേഷനാണ്. ഓക്കെ, ആ ഒരു L പറഞ്ഞത് ഇനീഷ്യൽ ലൂമൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. സോ ഇവിടെ കിട്ടുന്നതാണ് ഇനീഷ്യൽ ലൂമൻ. ഈ ഇനീഷ്യൽ ലൂമനാണ് നിങ്ങളിത് കാണുന്നത്. N = E ഇൻറ്റു A ബൈ CU ഇൻറ്റു LLF ഇൻറ്റു ലൂമൻ. ഈ ലൂമനാണ് ഇത്, നിങ്ങൾ ഈ ലൂമൻ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതൊരു ഇൻകാൻഡസൻ ലാമ്പിൻ്റെ ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ പല ലാംപ്സ് ഇവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണ് ലാംപ്സ് ഇവിടെ കിട്ടുന്നത് നോക്കാം. നമുക്ക് ഡാറ്റാസ് എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ. അതെ ഇവിടെ നോക്കാം. ഇവിടെ ഫ്ലൂറസൻ ലാമ്പും ഉണ്ട്. ഫ്ലൂറസൻ ലാമ്പ് നോക്കാം. 18 വാട്ട് പോകുമ്പം 1120 ലൂമൻ കിട്ടുന്നുണ്ട്. 20 വാട്ട് വരുമ്പോൾ 1020 ലൂമൻ കിട്ടുന്നുണ്ട്. CFL ലാമ്പ് നോക്കുക, അതിൻ്റെ ലൂമൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മെർക്കുറി വേപ്പർ ലാമ്പ് നോക്കുക, മെറ്റൽ ഹാലൈഡ് ലാമ്പ് നോക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാംപ്സ് നോക്കുക. പിന്നെ അതേപോലെ പൾസ് സ്റ്റാർട്ടഡ് മെറ്റൽ ഹാലൈഡ് ലാംപ്സ് ഇതിൽ ലൂമൻസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ ഓഫ് ലൈറ്റ് സോഴ്സസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പാരിസൺ അത് ഏത് കമ്പയർ ചെയ്യുമ്പം അതെങ്ങനെയാണ്. So here we can see the comparison of light sources etc. സോ അത് ഈ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ എഫക്റ്റീവ് ക്യാവിറ്റി റിഫ്ലക്റ്റൻസ്. അത് ഞാൻ പ്രോബ്ലം എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ കേബിളിൻ്റെ ആണ്. അത് വേണ്ട. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയിലെ ഈ 3 കാര്യങ്ങൾ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. കമ്പാരിസൺ ഓഫ് ലൈറ്റ് സോഴ്സസ് അത് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. ബട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലൂമനാണ്. പിന്നെ ഈ ലക്സ്, ഈ ഇല്ലുമിനേഷൻ എത്ര ലക്സാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്കിൽ നിന്ന് നിങ്ങളെ എക്സാമിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത്.
So we have seen the table number 4, 5, 6, 7, 8 in the data handbook. So this is how we get the intensity of the illumination. Okay, and we have seen the formula to find out the number of luminaries. N is equal to E into A by coefficient of utilization into light loss factor into lumen. Fine. Okay, next one we see the selection of lamps or selection of luminaries. The choice of lamps for different types of applications differs. ഓരോ അത് എങ്ങനെയാണ് ലാംപ്സ് ചോയ്സ് ഉണ്ട്. The fluorescent lamps and tungsten filament lamps are used when lighting is needed in small areas. അതായത് ഫ്ലൂറസെൻ്റ് ലാമ്പും ടങ്സ്റ്റൺ ലാമ്പും ഒക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഒരു ചെറിയ ഏരിയയിൽ ലൈറ്റിനിങ് വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. ഈ ലാർജ് ഏരിയാസ്, അതായത് വളരെ വലിയ ഏരിയാസ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൗണ്ടിൽ in football areas and in cinema theaters and etc. The lightning can be provided by high intensity lamps such as mercury or discharge lamp. So also in a street ലൈറ്റിലൊക്കെ ഇപ്പം കൂടുതൽ LED ബൾബ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതൊക്കെ റീസെൻ്റ് അഡ്വാൻസ്മെൻ്റ് ആണ്, ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻ്റ്. അപ്പോൾ പണ്ടൊക്കെ സ്ട്രീറ്റിൽ സോഡിയം വേപ്പർ ലാമ്പാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. മെറ്റൽ ഹാലൈഡ് ലാംപ്സും സോഡിയം വേപ്പർ ലാമ്പും ഒക്കെയാണ്. ഇപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്ത് LED എത്തി. സോ അതൊക്കെയാണ് അതായത് ഓരോ ലാമ്പും, അതായത് ഫ്ലൂറസെൻ്റ് ലാമ്പ്, അതായത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഹൈ മാസ്റ്റ് ബൾബൊക്കെ എടുത്തിട്ട് വീട്ടിലത്തെ ഹാളിൽ കൊണ്ട് ഇടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരിക്കലില്ല. വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലാമ്പ് പറയുകയാണെങ്കിൽ 9 വാട്ടിലെ നിങ്ങളുടെ LED ലാമ്പാണ്. 9 വാട്ട് 9 വാട്ടിലെ LED ലാംപ്സാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഏരിയ, അതായത് നിങ്ങളുടെ വീട്ടിലത്തെ ഏരിയ കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു 12 വാട്ടാണ്. 9 വാട്ട് ടു 12 വാട്ടാണ് മോസ്റ്റ് എഫക്റ്റീവ്. അത് 12 വാട്ടിന് മാക്സിമം. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഇത് ബാത്റൂമിലോ കിച്ചൺ റൂമിലോ ഒക്കെ ആ ചെറിയ റൂംസിൽ സ്പേസിങ് കുറവില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 വാട്ടിലോ ഒരു 5 വാട്ടിലോ ഒക്കെ ലാമ്പ് അത് ഉപയോഗിക്കാം നിങ്ങൾക്ക്. സോ അതായത് റൂംസിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ലൂമൻ ഔട്ട്പുട്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അതായത് ഒരു 4 വാട്ടിലെ 5 വാട്ടിലെ ബൾബ് നിങ്ങളൊരു ബെഡ്റൂമിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഫക്റ്റീവായിട്ടുള്ള ലൂമൻസ് കിട്ടണമെന്നില്ല. ഓക്കെ, സോ ഇൻ ലാർജ് ഏരിയാസ് ലൈറ്റിനിങ് ക്യാൻ ബി provided by high intensity lamps. അതന്നെയാണ് ഹൈ ഇൻറ്റൻസിറ്റി ലാമ്പ് ലാർജ് ഏരിയ വേണമെന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഇലുമിനേഷൻ റിക്വയർഡ് ദ ടൈപ്പ് ഓഫ് ലൂമൻസ് ഈസ് ഡിസൈഡഡ്. ഏത് ടൈപ്പ് ഓഫ് ഇലുമിനേഷൻ വേണോ അതിനനുസരിച്ച് ടൈപ്പ് ഓഫ് ലൂമിനേഷൻ ഈസ് ബീങ് ഡിസൈഡഡ്. നെക്സ്റ്റ് വേണം സൈസ് ഓഫ് ദി റൂം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സൈസ് ഓഫ് ദി റൂം. ഇപ്പോൾ ആദ്യം എന്താ പറയുക, A/E അല്ലേ, അതായത് ഏരിയ എന്തിൻ്റെ ഏരിയയാണ്? അതന്നെ, അതായത് റൂമിൻ്റെ ഏരിയ ആണ്. നിങ്ങളിവിടെ നോക്കുക, ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു ഈക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. N is equal to E into A അല്ലേ, E into A by CU into LLF into LN. സോ അതിൽ A ആണ് നിങ്ങളുടെ ഈ സൈസ് ഓഫ് ദി റൂം. ഓക്കെ, അതിൽ A ആണ് നിങ്ങളുടെ സൈസ് ഓഫ് ദി റൂം. ദ ലൂമൻ ഔട്ട്പുട്ട് ഓഫ് ദി സോഴ്സ് ഓഫ് lamp is not fully utilized by the workplace. The part of the light is lost in the fittings. ചിലതൊക്കെ ഫിറ്റിങ്സിൽ തന്നെ ലോസ്റ്റ് ആവും. ആൻഡ് സം പാർട്ട് ഈസ് ഡയറക്റ്റഡ് ടു ദി വാൾസ് ആൻഡ് സീലിങ്സ്. അത് സീലിങ്സിലും ചിലതൊക്കെ ഡയറക്റ്റഡ് ആയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം നോക്കുക, നിങ്ങളെല്ലാം വീട്ടിലെ ട്യൂബ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ലൈറ്റ് ട്യൂബ് ലൈറ്റിൽ നിന്ന് നേരെ സീലിങ്ങിലേക്കാണ് ട്യൂബ് ലൈറ്റിൽ നിന്ന് പോകുന്നത്. ഓക്കെ, the director will be absorbed by the and a part will be reflected. ചിലത് മാത്രമേ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കൂടുതലായിട്ടും നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് വൈറ്റ് കളർഡ് ആയിട്ടുള്ള പെയിൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റൂം ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണും. അതായത് ഡാർക്ക് കളർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റൂം അതായത് വളരെ ബ്രൈറ്റ് കളറിലെ ലാമ്പൊന്നും ഉപയോഗിക്കാണ്ട് ഒരുമാതിരി
അത്രയൊന്നും ബ്രൈറ്റ് കളർ അല്ലാത്ത പെയിൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ റൂം നല്ല ഇല്ലുമിനേറ്റഡ് ആയിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഓക്കെ, this is taken into the account by a factor known as coefficient of utilization. സോ ഇതാണ് ഇവിടെ ഒരു ഫാക്ടറിൻ്റെ കോഫിഷ്യൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്രമാത്രം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ലൈറ്റിൻ്റെ ലൂമൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് നിങ്ങളുടെ കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ. സോ ദ റേഷ്യോ ഓഫ് ലൂമൻസ് റീച്ചിങ് ദ വർക്ക് പ്ലേസ് ടു ദി ലൂമൻസ് ഗിവൺ ഔട്ട് ബൈ ദി ലാമ്പ് ഈസ് നോൺ ആസ് കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ദ റേഷ്യോ ഓഫ് ദി ലൂമൻസ് റീച്ചിങ് ദി വർക്ക് പ്ലേസ്, ഒരു പർട്ടിക്കുലർ വർക്ക് പ്ലേസിൽ റീച്ച് ചെയ്യുന്ന ലൂമൻസ്. സോ എന്താണ് ഈ ലക്സ് പറഞ്ഞാൽ? ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? വാട്ട് ഈസ് ദി ഇലുമിനേഷൻ? ഇ ഈസ് ഈക്വൽ ടു ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? സോ ആ ലൂമൻസ്, ഒരു പർട്ടിക്കുലർ ലൂമൻ, ഒരു ബൾബ് എടുക്കുക, ഒരു ബൾബിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ലൂമന് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് റീച്ച് ചെയ്യണം. ഇത് മീറ്റർ സ്ക്വയർ ആണ്, ഇത് ലൂമനാണ്. സോ ലൂമൻ per meter square, lumen so lumen per meter square ആണ് നമ്മൾ എന്താ പറയുക? lumen per meter square we call it as we called as the illumination, that is lux. E ആണ് ഇത്. സോ എത്രമാത്രം ലൂമൻസ് ആണ് ഈ ഒരു സോഴ്സിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. സോ ഇവിടെ ലൂമൻസ്, ഇവിടെ എത്തുന്ന ലൂമൻസ് പറയുകയാണെങ്കിൽ, ഈ ലൂമൻസ് ഇവിടുന്ന് സോഴ്സിൽ നിന്ന് വരുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചർ കണ്ടൻറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചർ കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോ എന്താ സംഭവിക്കുക? ഈ ലൂമൻ ഔട്ട്പുട്ട് ഇവിടെ കുറയും. സോ ലൂമൻ ഔട്ട്പുട്ട് ഇവിടെ കുറയും. സോ അതെന്ന് വെച്ചാൽ ഇവിടെ ബ്ലാക്ക് ബോഡീസ് ഒക്കെ ഉണ്ടായാൽ, സോ ഇതേപോലത്തെ ഇവിടെ എന്തെങ്കിലും ബ്ലാക്ക് ബോഡീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ബോഡീസ് എന്ത് ചെയ്തു? ഈ ലൂമനെ അബ്സോർബ് ചെയ്യും അല്ലേ? ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു ഇതാണ് ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡി എപ്പോഴും ലൈറ്റ് അബ്സോർബ് ചെയ്യും, വൈറ്റ് ബോഡി എപ്പോഴും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വീടിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കൂടുതൽ വൈറ്റ് പെയിൻ്റ് അടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സോ ദാറ്റ് ദി കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ വിൽ ഇൻക്രീസ്. എന്താണ് കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ? എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, എങ്ങനെയാണ് നമുക്ക് ആ ലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ? ടോട്ടൽ ലൂമൻസ് എമിറ്റഡ് ബൈ ദി total ratio of lumens reaching the workplace to the lumens given out by the lamps. Lumens reaching the workplace to the lumens given out by the lamp. So this we call as coefficient utilization. Coefficient of utilization depends upon the following factors. So ഏതൊക്കെ ഫാക്ടറാണ്? ലൂമൻ ഔട്ട്പുട്ട് ഓഫ് ദി ഫിറ്റിംഗ്, അതിൻ്റെ ലൂമൻ ഔട്ട്പുട്ട്. പിന്നെ നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ദി റൂം, ആ റൂമിൻ്റെ ഷേപ്പ്, സ്ക്വയർ ഷേപ്പാണോ, അത് ഏത് ടൈപ്പ് ഷേപ്പാണോ. പിന്നെ റിഫ്ലക്റ്റിംഗ് ഫാക്ടേഴ്സ് ഓഫ് വാൾസ് ആൻഡ് സീലിംഗ്, അതാണ് ഞാൻ പറഞ്ഞത്. റിഫ്ലക്റ്റിംഗ് ഫാക്ടേഴ്സ് ഓഫ് വാൾസ് ആൻഡ് സീലിംഗ് ചില ഏത് ടൈപ്പ് ഓഫ് പെയിൻറ്റാണ് നിങ്ങൾ അടിച്ചിട്ടുണ്ടാവുക. അതായത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മാക്സിമം അബ്സോർബ് ചെയ്യും ലൈറ്റ്. അപ്പം ബ്ലാക്ക് പെയിൻറ്റോ ഒരു ഡാർക്ക് പെയിൻറ്റോ ഒക്കെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ എത്ര 9 അല്ല 15 വാട്ടിലുള്ള ലാമ്പ് വെച്ചാലും, ഒരു LED ലാമ്പ് വെച്ചാലും നിങ്ങൾക്ക് അത്ര എഫക്റ്റീവായിട്ട് ലൈറ്റ് അവിടെ ഇലുമിനേഷൻ ഉണ്ടാവണമെന്നില്ല. Okay, next one, that is reflection factors of walls and ceiling. Next one is shape of the room, first, and lumen output of the fitting, and the fourth one is height of the ceiling. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹൈറ്റ്, ഒരു 3 മീറ്റർ ഹൈറ്റിലെ ലൈറ്റ് ഒരു 9 വാട്ട് ബൾബ് വെച്ചിട്ട് നിങ്ങൾ അതേ ഒരു റൂമിൽ 10 വാട്ടിന് മുകളിൽ 10 മീറ്ററിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? കുറേയൊക്കെ ലൈറ്റ് എന്ത് ചെയ്തു? അറ്റ്മോസ്ഫിയറിൽ തന്നെ റിഫ്ലക്റ്റഡ് ആയിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ നിങ്ങളുടെ സർഫേസിൽ അത് ഇലുമിനേറ്റ് ആവുന്നുള്ളൂ. സോ ഹൈറ്റ് ഓഫ് ദി സീലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഹൈറ്റ് 3 മീറ്റർ മാത്രം വെക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. 3 മീറ്ററാണ് സ്വതവേ എല്ലാ റൂമിലും, എല്ലാ വീട്ടിലെ റൂമിലും മാക്സിമം ഹൈറ്റ് 3 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ അത്രേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിറ്റിങ്സ്. സോ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നിങ്ങൾ ആ ഫിറ്റിങ്സ് നിങ്ങൾ പ്ലേസ് ചെയ്തത്? ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നില്ല, റൂമിൻ്റെ സെൻറ്ററിൽ തന്നെ നിങ്ങൾ വെക്കണം ലൈറ്റ്. ഓക്കെ,
So next one, mounting height and spacing of fittings. So mounting height and spacing of fittings is governed by the type of building and the type of lighting scheme employed. So ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് സ്കീമാണ് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈറ്റ് സോഴ്സ് ഫ്രം ദി വാൾ ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സോഴ്സസ്. So distance of light source from the wall, distance of the light source from the wall should be equal to the half the distance between the two light sources. അതായത് ഒരു രണ്ട് ലൈറ്റ് സോഴ്സസിൻ്റെ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ ആ ഒരു ലൈറ്റ് സോഴ്സും അതിൻ്റെ വാള് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 മീറ്റർ ഉണ്ടാവണം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കാം. ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് എന്ന് കരുതുക. ഈ റൂമുണ്ട് കരുതുക. ഇവിടെ ഒരു നിങ്ങൾ ലൈറ്റ് നിങ്ങൾ പ്ലേസ് ചെയ്തു, ഇവിടെ ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തു. സോ ഈ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ സോ ഇതിൻ്റെ ഇത് വാളാണ് കരുതുക, ഇത് വാളാണ്. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് 0.5 മീറ്റർ മാത്രമേ പാടുള്ളൂ, 0.5 മീറ്റർ പാടുള്ളൂ മാക്സിമം. പിന്നെ നെക്സ്റ്റ് ഓൾസോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈറ്റ് ഷുഡ് നോട്ട് ബി എക്സീഡ് മൗണ്ടിങ് ഹൈറ്റ്. സോ മൗണ്ടിങ് ഹൈറ്റ് ഇപ്പം 2 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സ്പേസിങ് ഇത് 3 മീറ്റർ, ഒരിക്കലും ഇതിന് 3 മീറ്ററിനെക്കാട്ടും കൂടുതലാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3 മീറ്റേഴ്സ്. 3 മീറ്റേഴ്സിനെക്കാട്ടും കൂടാനും പാടില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കാനുള്ളത്. അതായത് 2 ലാമ്പിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അതിൻ്റെ പകുതി മാത്രമേ പാടുള്ളൂ, അതിൻ്റെ വാളും തമ്മിലുള്ള ഇത് ഡിസ്റ്റൻസ്. പിന്നെ 2 ലാമ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മൗണ്ടിങ് ഹൈറ്റിനെക്കാട്ടും 1.5 ടൈംസ് കൂടാനും പാടില്ല. സോ നെക്സ്റ്റ് വൺ കണ്ടീഷൻ ഓഫ്. സോ ഇനി അടുത്തുള്ളതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം കൂടെ. സോ അതിനായിട്ട് മുമ്പ് ഞാൻ ഇതും കൂടെ ഈ ഒരു ലാസ്റ്റ് ഫാക്ടർ കൂടെ ഉള്ളൂ. സോ ഇതും കൂടെ ചെയ്തിട്ട് നമുക്കിനി അടുത്ത ക്ലാസ് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് കണ്ടീഷൻ ഓഫ് യൂസ്. സോ ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒരു പർട്ടിക്കുലർ ബൾബ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വളരെ ഡസ്റ്റി എൻവയോൺമെൻറ്റിലാണ് നിങ്ങൾ ബൾബ് യൂസ് ചെയ്യുന്നത്, അല്ല വളരെ നീറ്റായിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിലാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഒരു IT സെക്ടറിൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്തു, നിങ്ങളുടെ ലാമ്പ് അധികമൊന്നും മെയിൻ്റനൻസ് വേണ്ട. അതായത് ഫുള്ളി AC ഇല്ല റൂമിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളെ കാണാൻ പറ്റും. നിങ്ങളുടെ ലാമ്പ്സിനൊക്കെ അധികം ഡസ്റ്റൊന്നും അവിടെ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പം അതല്ല, നിങ്ങളെന്ത് ചെയ്തു, നിങ്ങൾ സാധാരണ ഒരു സിറ്റ് ഔട്ടിലോ ഒക്കെ നിങ്ങൾ വെക്കുന്ന ലാമ്പ് എടുക്കുക. ആ ലാമ്പൊക്കെ എങ്ങനെ ഉണ്ടാവും, അത് എപ്പോഴും അറ്റ്മോസ്ഫിയർ എയറുമായിട്ട് എപ്പോഴും അത് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈവൻ നിങ്ങൾ ഫാൻ നോക്കുക, നിങ്ങളുടെ ഫാനിൻ്റെ മുകളിൽ നോക്കുക, ഫാനിൻ്റെ മുകളിൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു ഡസ്റ്റ് വന്ന് പിടിച്ചിട്ടുണ്ടാവും. സോ കാര്യം എന്താ, ഫാൻ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു എന്താ പറയുക, അതേ രീതിയിൽ ഒരു ഡസ്റ്റ് നിങ്ങളെ ലാമ്പിലും വന്നിട്ട് പെട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ലാമ്പിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഒരു ഫ്ലൂറസൻ ട്യൂബോ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മുകളിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും. സോ ആ ഒരു ഡസ്റ്റാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറയാം. സോ ആ ഡസ്റ്റ് നിങ്ങൾ എപ്പോഴും തുടച്ച് വൃത്തിയാക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇലുമിനേഷൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. So that is for different types of building the condition of use of light varies. ഓരോ ടൈപ്പ് ബിൽഡിങ് ഓരോ തരത്തിൽ യൂസ് ആണ് ഉണ്ടാവുക. The dust and dirt particles of the surrounding gets deposit on the light fittings hence deteriorate the lamp efficiency. ഡസ്റ്റ് പാർട്ടിക്സ് ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാമ്പ് എഫിഷ്യൻസി ഡിറ്റീരിയേറ്റ് ചെയ്യും. ഇഫ് റെഗുലർ പീരിയോഡിക് ക്ലീനിങ് ഈസ് അഡോപ്റ്റഡ് and assuming good atmospheric condition the maintenance factor is taken as 0.8. The regular atmospheric cleaning ആണ് നല്ലൊരു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിൻ്റനൻസ് ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യുക 0.8 ആയിട്ട് സെലക്ട് ചെയ്യുക. ആൻഡ് ബട്ട് ഫോർ ഡർട്ടി ആൻഡ് ഡസ്റ്റി അറ്റ്മോസ്ഫിയർ മെയിൻ്റനൻസ് ഫാക്ടർ ക്യാൻ ബി ടേക്കൺ ആസ്
0.4. വളരെ ഡസ്റ്റി അറ്റ്മോസ്ഫിയറിലൊക്കെ മെയിൻ്റനൻസ് ഫാക്ടർ 0.4. അതായത് വല്ല മൈനിങ് സെൻറ്റേഴ്സിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഡസ്റ്റി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ അവിടെയൊക്കെ നമുക്ക് 0.4 ആയിട്ട് സെലക്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഡിപ്രിസിയേഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു 1/മെയിൻ്റനൻസ് ഫാക്ടർ. അതായത് മെയിൻ്റനൻസ് ഫാക്ടർ, അതായത് നിങ്ങൾ മെയിൻ്റനൻസ് ചെയ്യുന്നില്ലെങ്കിൽ, മെയിൻ്റനൻസ് കുറവാണെങ്കിൽ എന്ത് ചെയ്തു, ഡിപ്രിസിയേഷൻ പെട്ടെന്ന് കൂടും. അതായത് മെയിൻ്റനൻസ് നിങ്ങൾ ഇല്ല, മെയിൻ്റനൻസ് തീരെ ചെയ്യുന്നില്ലെങ്കിൽ നോക്കുക, അവിടെ മെയിൻ്റനൻസ് തീരെ ചെയ്യുന്നില്ലെങ്കിൽ, മെയിൻ്റനൻസ് ഇവിടെ തീരെ ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഡിപ്രിഷിയേറ്റ് ചെയ്യും. It will depreciate early. But if you are depreciating, maintenance factor is higher, that is you are regularly cleaning a maintenance, the depreciation of the lamp will decrease. അതായത് ലാമ്പ് പെട്ടെന്ന് ഡിപ്രിഷിയേറ്റ് ചെയ്യില്ല, അതിൻ്റെ എഫിഷ്യൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യില്ല. അത് കുറച്ച് കാലം കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾക്ക് ആ ലാമ്പിനെ ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട്. സോ ഡിപ്രിസിയേഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു 1/മെയിൻ്റനൻസ് ഫാക്ടർ. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്ലാസ് വി സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് luminaries or lightning arrangements. Okay, fine.